എൻ്റെ എക്സാമിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാനിതാ കെട്ടും പാണ്ടും ഒക്കെ എടുത്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല മനുഷ്യാന്ന്. പക്ഷെ ചെണ്ടേനെ മുകളിൽ കോല് കൊട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ വൈശാട്ടനാടെ എത്തിയേ പറ്റുള്ളൂ. അപ്പോൾ വൈശാട്ടൻ പറഞ്ഞു ഇതാ നമുക്ക് വീട്ടിലെത്തി, നീ വീട്ടിലിരുന്ന് പഠിച്ചോ, ഞങ്ങൾ പോയിക്കോളാന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അമ്മയും അപ്പും കൂടെ എത്തിയത്. അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പു പോയതായിരുന്നു കേട്ടോ. അങ്ങനെ അവരും കൂടെ വന്ന് ഞങ്ങൾ ഇതാ വാതിലൊക്കെ തുറന്നിന് വേഗം ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആമിമോള് വന്ന് ഒരു പട്ടീനെയും കൈകൊണ്ട് തൊള്ളാത്ത ഞാൻ നമ്മുടെ ആമീനെ എടുക്കുന്നുണ്ടോ കുട്ടീനെ പോലെയാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞത് അമ്മ ചിക്കൻ റോളും പിന്നെ അച്ഛൻ അവിടുന്ന് പൊക്കുവട, ഞങ്ങളവിടെ പൊക്കുവട എന്നൊക്കെ പറയാം, അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ അബി അതുല്യം കുഞ്ഞനും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അമ്മ അവനു മുമ്പ് എവിടെ പോയാലും ലിപ്സ്റ്റിക് കൊണ്ടുപോകണ കൈകൾ ഇപ്പോൾ കഞ്ഞിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള്. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പാടെ അമ്പലത്തിൽ പോയി. ഞങ്ങൾ എല്ലാവരും പാടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ എനിക്ക് എക്സാം അല്ലേ, ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ വന്നേ, പിന്നെ ഞാൻ എങ്ങനെ പോകുന്നു, ഞാനും ഉണ്ട് ഗായ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമിന് ഞാൻ പോകുന്നത്. എക്സാമിൻ്റെ തലേന്ന് പോയി ഉത്സവമൊക്കെ കണ്ട് എന്തായാലും പഠിച്ച് തലേ കയറുന്നില്ല, നമ്മൾ ഉത്സവമെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ച് ചെന്ന പാട് ഞാൻ എൻ്റെ മെയിൻ കലാപരിപാടിയിലേക്ക് കടന്നു. ഞാനത് അതിൽ ഓടി നടന്ന് പർച്ചേസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ഇന്നെക്കാളും വലുതാണ് എൻ്റെ മക്കളെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. അല്ലുട്ടനെ ഓടി നടന്ന് അപ്പൂനെ കൊണ്ട് എന്തൊക്കെയോ വാങ്ങിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്താ വേണ്ടത് നമ്മളെ ചെക്കനോട് ചോദിച്ചു പോകാൻ പറഞ്ഞു കേട്ടോ. എന്താ വേണ്ടേ മുഖം നോക്ക്, എന്താ മോളെ വേണ്ടേ? ഇപ്പോഴും ഇവരുടെ ഓട്ടം നിന്നിട്ടില്ല കേട്ടോ. ഇവരെ ഓടി നടന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ മാമൻ്റെ മോള് മാമനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. തുമ്പമ്മയ്ക്ക് ഇപ്രാവശ്യം നല്ല കിട്ടൽ കിട്ടിയിട്ടുണ്ട്, കാരണം കുറേ വളകൾ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇതാ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇതാ പാച്ചനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ പറയണ്ടേ എന്തിനാ അത്രയും സാധനം വാങ്ങണം, ആടെ എവിടെയും വെക്കാൻ സ്ഥലം ഉണ്ടോന്ന്, അത്രയും കളിപ്പാട്ടുണ്ട്, എന്നാലും എവിടെ പോയാലും ഞങ്ങൾ കളിപ്പാട്ടം വാങ്ങണം കേട്ടോ. അതിലേ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എക്സാം കയറി വരുന്നുണ്ടായിരുന്നു, ദൈവമേ നാളെ എക്സാം അല്ലേന്ന്. പിന്നെ ഞാൻ സമാധാനിക്കും, വായിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്തോ ഒരുമാതിരി സബ്ജക്റ്റാണ് മക്കളെ പ്രാവശ്യത്തെ എക്സാമിന്. അതുകൊണ്ട് തന്നെ വായിക്കണം പഠിക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ മടുത്തു പോയി, അതുകൊണ്ടാണ് ഞാൻ ഉത്സവത്തിന് പോയത്. ഈ ചെണ്ടകോട്ടും കേട്ടിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റും, അതുകൊണ്ട് പോകുന്നത് തന്നെ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഒരു തുണിയും വിരിച്ച് അപ്പുറത്തിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കച്ചവടം തുടങ്ങാം, അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏതോ ഒട്ടം നോക്കി നടക്കുമ്പോൾ സാദേമാമനെ കണ്ട് അമ്മൂട്ടീനെ കണ്ട്, അത് കഴിഞ്ഞ് തിരിഞ്ഞൊക്കെ നിലാ തയ്ച്ചിട്ട് കോയിനെ പോലെ ശ്രീതുവും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, നല്ല അടിപൊളി സദ്യ ആയിരിക്കും കേട്ടോ എപ്പോഴും. ഇപ്രാവശ്യം കൂട്ടുകറി ഇല്ലായിരുന്നു ഗൈസ്, അതെനിക്ക് ഭയങ്കര സങ്കടമായി. എന്തായാലും അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്. ഞാൻ അതാണ് എക്സാം ആയിട്ട് പോലും അയ്യോ അമ്മ എനിക്ക് അവിടുത്തെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കേട്ടോ. പോയത് നന്നായിന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ, കാരണം അല്ലെങ്കിൽ എനിക്ക് മിസ്സായി പോയതിനെ ശരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്നു. ആമിയായിട്ട് കുറച്ച് നേരം മക്കളൊക്കെ കളിച്ചിരുന്നതിന് ശേഷം ഇന്നത്തെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കുന്നത് റീനമ്മയുടെ ഒരു അടിപൊളി ഗാനത്തോടു കൂടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ആസ്വദിക്കും. അടുത്ത വ്ളോഗിൽ കാണാൻ ടാറ്റാ. കുഞ്ഞോളെ